പരിശുദ്ധ പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന വാരാഘോഷം സമയബന്ധിതമായി തീരുന്ന ഹ്രസ്വവും അർത്ഥവത്തുമായ ഈ സമ്മേളനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിഥികൾ ഈ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. ദയവായി കടന്നു വന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികളെയും ഈ സമ്മേളനത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നു. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ മുഖ്യ സന്ദേശം നൽകുന്നതും ബഹുമാനപ്പെട്ട MP ശ്രീ ആൻഡോ ആൻ്റണി, MLA ശ്രീ മാത്യു ടി തോമസ് തുടങ്ങിയ വിശിഷ്ട അതിഥികൾ ഈ സമ്മേളനത്തിൽ അനുഗ്രഹ സാന്നിധ്യമായി ആശംസകളോടെ നമ്മോടൊപ്പം ഉണ്ടാവും. കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പേരെയും മുഴുവൻ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ഈ ചാപ്പലിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദയവായി ചാപ്പലിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി ഇനിയും ധാരാളം പേർ കടന്നു വരുവാനുണ്ട്. അതിനാൽ മുൻപിലത്തെ ഇരിപ്പിടത്തിലേക്ക് കടന്നിരുന്ന് ക്രമീകരണങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. പരിശുദ്ധ പിതാവ് എഴുന്നള്ളുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനാ ഗാനം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നു മലങ്കര സഭയുടെ ഊർജ്ജസ്വലനായ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഏറ്റവും ആദരണീയനായ പ്രൊഫസർ CT അരവിന്ദ് കുമാർ സാർ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിമന്യ ക്രിസ്തോസമസ് തിരുമേനി, ഞങ്ങളുടെ പത്തനംതിട്ടയുടെ MP പ്രിയപ്പെട്ട ആൻഡോ ആൻ്റണി, ശ്രീ മാത്യു ടി തോമസ്, സഭയുടെ ആദരണീയനായ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വന്യ റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജനിക്കുകയും 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കാലം ചെയ്യുകയും ചെയ്ത പരിശുദ്ധ പരിമല തിരുമേനി 53 വർഷക്കാലം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. തിരുമേനിയുടെ ശ്രദ്ധ സഭാപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തേക്കും പതിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ആ രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തക്കവണ്ണം
തിരുമേനി തൻ്റെ ജീവിതം കൊണ്ട് പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന ദുഷ്പ്രേരണകൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുകയും അവ ഇല്ലായ്മ ചെയ്ത മനുഷ്യരാശിയെ ആകമാനം അവയിൽ നിന്ന് മോചിതരാകുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു. ദളിതരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. അജ്ഞതയാണ് സമൂഹത്തിൽ നടമാടുന്ന സകല തിന്മകളുടെയും മൂലകാരണമെന്ന് തിരുമേനി ഉറച്ച് വിശ്വസിച്ചിരുന്നു. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയാണ് അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളെയും ചേർത്ത് തോൽപ്പിക്കുവാനുള്ള ആയുധമെന്ന് മനസ്സിലാക്കി ആ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തിരുമേനി നേതൃത്വം നൽകി. തുമ്പമൺ പ്രദേശത്തെ വസൂരിബാധയുടെ സമയത്തും മറ്റ് പല അസുഖങ്ങളിലും പരിമല തിരുമേനി രോഗികളുള്ള അനുകമ്പ അവരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ പരിശുദ്ധമായ പ്രാർത്ഥനയാൽ അനേകർക്ക് സൗഖ്യം നൽകിയ പുണ്യാത്മാവാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. ഇന്ന് നാം എവിടെ നോക്കിയാലും വിദ്യാലയങ്ങളും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും അവിടെ പഠിക്കുകയും ചെയ്യുന്നു. സാക്ഷരതയിൽ നമ്മുടെ സംസ്ഥാനം ഏറ്റവും മുന്നിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുകയും ചെയ്യാം. എന്നാൽ തിരുമേനിയുടെ ജീവിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ആ അവസ്ഥ തികച്ചും വിഭിന്നമായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അനാചാരങ്ങളുടെ പേരിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോടുള്ള അയിത്തവും തീണ്ടലും ഉൾപ്പെടെ കൊടികുത്തുന്ന വാഴി സ്ഥാനത്ത് വഴിയിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന കാലത്താണ് തിരുമേനി ഇപ്രകാരമുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. പ്രാർത്ഥനയും ഉപവാസവും നടത്തി അന്തേവാസിയായി കഴിയുന്ന ഒരു താപസൻ മാത്രമല്ല, സമൂഹത്തിൻ്റെ നിലവാരത്തെ വിലയിരുത്തുകയും അവിടെ ദൃശ്യമായിരുന്ന ഉച്ചനീചത്വങ്ങളെ ശക്തിയായി എതിർക്കുകയും അയിത്തം തീണ്ടൽ തുടങ്ങിയ ദുരാചാരങ്ങൾ നിലനിന്നിരുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അവർക്ക് രാജവീതിയിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് നടക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള ഉദ്ധാരണത്തിനും വേണ്ടി ഭരണാധികാരികളുടെ മുമ്പിൽ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ പരിമല തിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർത്തിയാനും അഭിമാനിക്കുവാനുമുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളായ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മറ്റും അവർക്ക് മുമ്പ് തന്നെ, ആ കാലത്തിന് മുമ്പ് തന്നെ ജാതി വ്യവസ്ഥയ്ക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ പരസ്യ നിലപാടുകൾ എടുത്ത് നിലകൊള്ളുവാനും ശബ്ദമുയർത്തുവാനും പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് കഴിഞ്ഞു. മലങ്കര മെത്രാപ്പോലീത്ത എന്ന സ്ഥാനമൊന്നും അദ്ദേഹം അലങ്കരിച്ചിട്ടില്ല എങ്കിലും പരിമല തിരുമേനിയുടെ ശബ്ദം കേരള ജനത, മലങ്കര മക്കൾ, മലങ്കര നസ്രാണികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ ആ പുണ്യപിതാവിൻ്റെ ശബ്ദത്തിനും വാക്കിനും ഹൃദയ സ്പന്ദനത്തിനും ഒക്കെ വേണ്ടി ഏറെ കാത്തിരുന്നു, കൊതിച്ചിരുന്നു. പ്രശസ്ത സാഹിത്യകാരനായ സുകുമാർ അഴീക്കോട് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിമള തിരുമേനിയാണ്, പരിമളം പടർത്തുന്ന തിരുമേനിയാണ് പരിമല തിരുമേനി. അങ്ങനെ എല്ലാ തരത്തിലും ജീവജാലങ്ങളെയും ജന്തുക്കളെയും സംരക്ഷിക്കുകയും പരിസ്ഥിതി ദർശനവും പ്രകൃതി സ്നേഹവും തൻ്റെ എഴുത്തുകൾ കൂടിയും തൻ്റെ ജീവിതത്തിൽ കൂടിയും ലോകത്തിന് പകർന്നു കൊടുത്തൊരു പുണ്യാത്മാവ്. മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ യാത്രാവിവരണം യെരുശലേം യാത്രയെപ്പറ്റി പരിമല തിരുമേനി എഴുതിയ ആ യാത്രാവിവരണത്തെപ്പറ്റിയും സുകുമാർ അഴീക്കോട് പലയിടത്തും പ്രസ്താവിച്ചിട്ടുള്ളത് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. പക്ഷികളുടെ ഭാഷയൊക്കെ തിരിച്ചറിയുവാനുള്ള തിരുമേനിയുടെ പ്രത്യേകമായ ഒരു കഴിവ്. ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിൽ ആ പുണ്യാത്മാവിൻ്റെ കബറിടത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് ആ പുണ്യപിതാവിൻ്റെ ജീവിത വിശുദ്ധിയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. ആ പിതാവിൻ്റെ 123-ാം ഓർമ്മ പെരുന്നാളിൽ ഇന്ന് ഇവിടെ ആചാരപരമായ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരാഴ്ച ഇവിടെ തീർത്ഥാടന വാരമാണ്. തീർത്ഥാടകരെ വിവിധ തലങ്ങളിൽ യുവജന സമ്മേളനങ്ങളായി, വിദ്യാർത്ഥി സമ്മേളനങ്ങളായി, വിവിധ ആത്മീയ സംഘടനകളുടെ മീറ്റിംഗായി, വിവാഹ സഹായ നിധി വിതരണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഈ ഒരാഴ്ച ഇവിടെ നടക്കുകയാണ്. നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ട ആളുകളും വിശ്വാസത്തോടെ നൊയമ്പ് നോറ്റ് ഈ ഒരാഴ്ച ഈ പുണ്യവാന്റെ സന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ ഇന്നലെയൊക്കെ ഏറെ സങ്കടപ്പെടുകയും വേദനയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വിഷയമാണ്.
ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പരുമലയുടെ മണ്ണിൽ, കടപ്പുറയുടെ മണ്ണിൽ ഈ നാട്ടിലുണ്ടായ അതിഭീകരമായ മഴ, ഒന്നും ചെയ്യാനൊക്കാതെ ഈ മഴയൊന്ന് മാറിക്കിട്ടണേ എന്ന് നമ്മളോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരാളാണ് തിരുവല്ലായുടെ MLA മാത്യു ടി തോമസ്. അത് ഞാൻ പിന്നെ സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളാം. കാര്യം അത്രയേറെ പ്രയാസങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പരുമല മാനേരച്ചൻ MLA പറയുകയുണ്ടായി, സാറേ 26-ാം തീയതി നോക്കിക്കോ, ഒരു തുള്ളി വെള്ളം ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ പൂർണ്ണ തോർച്ചയായിരിക്കും എന്ന് പരുമല മാനേജർ പറഞ്ഞതും സന്ദർഭവശാൽ ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി. ജീവകാരുണ്യത്തിൻ്റെ പര്യായം എന്ന് പിതാവിനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഒത്തിരി വിശേഷണങ്ങൾക്ക് അദ്ദേഹം അർഹനാണ്. നല്ല ഭരണാധികാരി, മികച്ച പണ്ഡിതൻ, മികച്ച അധ്യാപകൻ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമ, ഇതിലൊക്കെ ഉപരിയായി സമൂഹത്തിലെ അശരണരെയും പാവങ്ങളെയും ചേർത്ത് പിടിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ പതിറ്റാണ്ടുകളായി നടത്തി, അത് തുടങ്ങുക മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം വിജയിപ്പിക്കുവാൻ തക്കവണ്ണം എല്ലാ ഉത്തരവാദിത്തങ്ങളും തൻ്റെ ചുമതലയിലുള്ളപ്പോൾ പോലും ജീവകാരുണ്യ പദ്ധതികൾക്ക് പ്രയോറിറ്റി നൽകി മുന്നോട്ട് പോകുന്ന സഭയുടെ ജീവകാരുണ്യ മുഖമാണ് പരിശുദ്ധ ബാബാ തിരുമേനി. ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ ക്രിസ്തോസ് തിരുമേനിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. എങ്കിലും സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ഞാൻ പറയുകയാണ്, സഭയുടെ പരിശുദ്ധ ബാബാ തിരുമേനി തൻ്റെ മുൻഗാമിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച സഹോദരൻ പദ്ധതിയുടെ ഭാഗമായി നിർധനരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ സിംബോളിക്കലായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് നടത്തുവാൻ തക്കവണ്ണം അതിൻ്റെ ചുമതലക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെപ്പറ്റി വിശദമായി ക്രിസ്തോസ് തിരുമേനി പറഞ്ഞതുകൊണ്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എത്തരത്തിലും ദൈവസ്നേഹത്തെ തൻ്റെ പ്രവർത്തനത്തിലൂടെ, സ്നേഹത്തിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, തൻ്റെ മുന്നിൽ വരുന്നതിൻ്റെ ജാതിയോ മതമോ നോക്കാതെ അവനെ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്ന മലങ്കര സഭയ്ക്ക് ദൈവം തന്ന വരമാനം, അനുഗ്രഹത്തിൻ്റെ ആശംസകൾ മലങ്കര സഭയ്ക്ക് നൽകുന്ന സഭയുടെ പുണ്യപിതാവ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് കാതോലിക്ക ബാബാ തിരുമേനിയെ ഏറെ അഭിമാനത്തോടെയും പ്രാർത്ഥനയോടെയും വിനയത്തോടെയും എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത തൃപ്പാദത്തിങ്കൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ക്രിസ്തോസ് തിരുമേനിയാണ്. ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്ത എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരാഴ്ച കാലം ഒരു പുറപ്പെടാശാന്തിയായി മുഴുവൻ സമയം രാവും പകലും ഇവിടെ നിന്ന് ഇവിടുത്തെ ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ഞങ്ങളെയൊക്കെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഗുണദോഷിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം, കൂടുതൽ വല്ലതും പറഞ്ഞാൽ തിരുമേനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ മുഖ്യ സന്ദേശം നൽകുവാൻ തക്കവണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ഡോക്ടർ CT അരവിന്ദ് കുമാർ അവറുകളാണ്. ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. എനിക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പരുമല തിരുമേനിയുടെ തീർത്ഥാടന വാരങ്ങളിൽ എല്ലാ പ്രാവശ്യവും, മിക്കവാറും എല്ലാ പ്രാവശ്യവും അതിലെ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തുന്നത് കാലഘട്ടത്തിൽ എല്ലാ കാലത്തും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാവശ്യവും അരവിന്ദ് കുമാർ സാറിനെ ക്ഷണിക്കുവാനായി ഞങ്ങൾ പോയി. ഏറെ തിരക്കുള്ള ദിവസമാണ്. ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഗാന്ധിജി യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ മുൻഗാമി സാബു സാർ മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ഇവിടെ എല്ലാ കാലങ്ങളിലും ഇവിടെ വന്ന് ഞങ്ങളുടെ തീർത്ഥാടന വാരത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. സാറ് നിരസിക്കരുത് എന്ന് പറഞ്ഞ് 1 മിനിറ്റ് മൗനമായി ഇരുന്നിട്ട് അദ്ദേഹം ഞാൻ വരാമെന്ന് പറഞ്ഞ് പേന എടുത്ത് ആ ഡയറി കുറിച്ചു. കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഏറെ യാത്ര ചെയ്ത്, എനിക്ക് തോന്നുന്നൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് പോലും എനിക്കറിയില്ല, അവിടെ നിന്ന് 2:45 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം സാർ ഇവിടെ എഴുന്നള്ളി. സാറ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമാണ്. സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ സീനിയർ പ്രവർത്തകരായി പ്രവർത്തിച്ചു വരികയെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ നിയമിക്കുകയായിരുന്നു. ഡയറക്ടർ ഓഫ് ദ ഇൻ്റർനാഷണൽ സെൻറ്റർ തുടങ്ങിയ നിരവധി പ്രശസ്ത മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൽ അധ്യാപകനായി ജോലിക്ക് പ്രവേശിച്ച്
വിദ്യാഭ്യാസ മേഖലയിൽ തികച്ചും ഒരു വിജ്ഞാന വിസ്ഫോടനം തന്നെ നടത്തുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. 30ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ PhD നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മികവ് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായും 400ഓളം പബ്ലിക്കേഷൻസ് ആണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ജേണൽസിൽ നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു മലയാളി അത്രത്തോളം നടത്തിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അത്രയേറെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് മലയാളികൾക്കൊക്കെ അഭിമാനമായ നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട അരവിന്ദ് കുമാർ സാർ. അദ്ദേഹം 60ഓളം ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ റിസർച്ചിൻ്റെ വിവിധ പേപ്പേഴ്സുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. USA, ജപ്പാൻ, ഓസ്ട്രേലിയ, ജർമ്മനി, ഹാങ്കോങ് ഉൾപ്പെടെ 20ഓളം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിവിധ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഈ വലിയ മനുഷ്യൻ പരിമലയുടെ മണ്ണിൽ വന്ന് നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ നമ്മൾ ഏറെ ആദരിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട സാർ പരിശുദ്ധ സഭയുടെ പേരിൽ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാനവും ആദരവും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാറിന് ഞങ്ങൾ ആദരപൂർവ്വം ഈ സമരത്ത് സമർപ്പിക്കുന്നു. യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടുത്തെ തക്കവണ്ണം വന്നിട്ടുള്ള നമ്മുടെ പത്തനംതിട്ടയുടെ MP ശ്രീ ആൻഡോ ആൻ്റണി. അദ്ദേഹം പരുമലയിലെ ഒരു നിത്യ സന്ദർശകനാണ്. ഇതുവഴിയൊക്കെ പോയാലും അത് രാഷ്ട്രീയ പരിപാടിയായാലും ഏത് പരിപാടിക്ക് പോയാലും കബറൊക്കെ കയറി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഇന്ന് സത്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിന് നോട്ടീസ് കൃത്യമായി ഓഫീസിൽ എത്തിച്ചില്ലായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് വിളിക്കുമ്പം അദ്ദേഹം തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ കൊക്കാത്തോട് ഭാഗത്തൊരു ദേവാലയത്തിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ബിജു, ഞാൻ ആരും ഒരു നോട്ടീസ് തന്നില്ലല്ലോ എന്നോട് പറഞ്ഞു. എങ്കിലും എന്നോട് പറഞ്ഞു ഞാൻ 2:45 മണിക്ക് മുമ്പ് മൂന്നാമത്തെ കൊടി പൊക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൊടി പൊക്കുന്നതിന് മുമ്പ് കൃത്യമായി അവിടെ എത്തി ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മളിവിടെ പരിമല പള്ളിയിൽ നമ്മൾ ധരിച്ചു കിടന്ന കണ്ടങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം അന്ന് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ MC കുറിയാസ് അറബാച്ചൻ്റെ കാലത്താണ് നമ്മൾ ബഹുമാനപ്പെട്ട MPയെ സമീപിച്ചപ്പോൾ അതിനാവശ്യമായ ഫണ്ട് MP ഫണ്ടിൽ നിന്ന് നൽകി നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MP ശ്രീ ആൻഡോ ആൻ്റണിയെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവല്ലായുടെ ജനപ്രതിനിധി ശ്രീ മാത്യു T. തോമസ് പരിമലയുടെ എല്ലാ കാര്യത്തിലും ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. നമ്മുടെ ഒരു പാലത്തിൻ്റെ കാര്യം 3-4 വർഷം നമ്മൾ അദ്ദേഹത്തോട് പറയുകയും ആ പാലത്തിൻ്റെ പണി എന്തായാലും അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അതൊന്ന് ടാർ ചെയ്ത് കിട്ടാനാണ് ഒരു 3-4 ദിവസമായി അദ്ദേഹം കോൺട്രാക്റ്റും എല്ലാം സാങ്ഷൻ ആയിരിക്കുന്നു. പക്ഷേ ഈ പടുമഴയ്ക്ക് ചെയ്യാനൊക്കാഞ്ഞ ബുദ്ധിമുട്ടിൽ ബഹുമാനപ്പെട്ട MLA അനുഭവിച്ച ബുദ്ധിമുട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഞങ്ങളോടൊക്കെ സങ്കടം പറഞ്ഞതും രാവിലെയും വൈകിട്ടും ആ ഭാഗത്ത് ചെന്ന് ആ വഴികൾ ഏറെ കുണ്ടും കുഴിയുമായി കിടക്കുകയായിരുന്നു. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അതിന് ഫണ്ടൊന്നും ഇല്ലാഞ്ഞിട്ട് വേറെ സംവിധാനത്തിലൂടെ അദ്ദേഹം ആ കുണ്ടും കുഴിയും ഒക്കെ അടപ്പിച്ച് ആ വഴി വാഹന ഗതാഗത യോഗ്യമാകുന്ന രീതിയിൽ ഒന്നുമില്ലേ കാറും കൊച്ചു വണ്ടികളുമൊക്കെ പോകുന്ന രീതിയിൽ ആ വഴി റെഡിയാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. അടുത്ത വർഷമെങ്കിലും പെരുന്നാളിന് തീർച്ചയായും അത് പൂർണ്ണ ഫലത്തിൽ അപ്രോച്ച് റോഡും എല്ലാം റെഡിയായി പൂർത്തിയാകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ MLA പ്രിയപ്പെട്ട മാത്യു T. തോമസിനെ, ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു T. തോമസിനെ ഏറെ സന്തോഷത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഭയുടെ ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി അമേലച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യമായ ഒരു ചടങ്ങിൽ സംബന്ധിക്കുവാനായി അദ്ദേഹം പോയതുകൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി ഇവിടെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന വന്ദനായ അമേലച്ചനെ അസാന്നിധ്യത്തിലും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട റോണി വർഗീസ് എബ്രഹാം ഊർജ്ജസ്വലതയോടെ തൻ്റെ ആരോഗ്യപരമായ ഒരു ബലഹീനതകളെയും സഭാവിഷയത്തിൽ ഉൾപ്പെടുത്താതെ കൂടുതൽ ഉത്സാഹത്തോടെ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട റോണി വർഗീസ് എബ്രഹാമിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കടപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി നിഷ അശോകൻ, മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി TV രത്നകുമാരി, ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി വിമല ബിന്നി, പരിമല ആശുപത്രിയുടെ CEO ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ചൻ, പരിമല കൗൺസിൽ അംഗങ്ങളായ ശ്രീ മത്തായി T. വർഗീസ്, ശ്രീ മാത്യു ഉമ്മൻ, ജോസ് പുത്തമ്പരയിൽ, മനോജ് P. ജോർജ് പന്നായിക്കടവിൽ,
ഇവരെയൊക്കെ ഒത്തിരി പറഞ്ഞ് സ്വാഗതം പറയേണ്ടതാണ്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ വാക്കിൽ അവരെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര സഭയുടെ നിരവധി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകമായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേവലോകം മാനേജർ ബഹുമാനപ്പെട്ട യാക്കോബ് എറമ്പാച്ചൻ കൊടിയേറ്റിലും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇവിടെ ഉണ്ട്. എറമ്പാച്ചനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വന്നിയായ സിസ്റ്റേഴ്സ്, പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. പരിമല സെമിനാരിയുടെ മാനേജർ എൽദോസ് എലിയാസ് അച്ഛൻ ഏറെ കഷ്ടപ്പാടോടുകൂടി ഈ ദിവസങ്ങളിൽ സമർപ്പിതമായി എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. അച്ഛനെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് മാനേജർമാരുണ്ട്, നിരവധി ആളുകളുണ്ട്. ഞാൻ പേരെടുത്തൊന്നും ആരെയും പറയുന്നില്ല. നല്ല ഗാനം ആലപിച്ച ഇവിടുത്തെ ഞങ്ങളുടെ നല്ല ഗായക സംഘം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഏറെ അഭിമാനം. അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. പേരെടുത്ത് ആരെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ നമുക്കെല്ലാവർക്കും കോട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോ സെക്രട്ടറിയും നിരണം ഭദ്രാസനാധിപനുമായ അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാബ തിരുമേനി നമ്മുടെ മുഖ്യ വിശിഷ്ട അതിഥിയായി കടന്നു വന്നിരിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആദരണീയനായ പ്രൊഫസർ CT അരവിന്ദ്കുമാർ അവറുകളെ, പത്തനംതിട്ടയുടെ MP ആൻഡ്രു ആൻ്റണി, തിരുവല്ലയുടെ MLA ശ്രീ മാത്യു ടി തോമസ്, സഭാസ്ഥാനികളെ, ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, വൈദികരെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറ്റോടുകൂടി തുടക്കം കുറിച്ചു. നവംബർ 2-ാം തീയതിയാണ് പ്രധാന പെരുന്നാൾ ദിവസം എങ്കിലും ഈ വർഷം അത് ഞായറാഴ്ച ആയതുകൊണ്ട് 2-3 തീയതികളിലായി നടത്തി 3-ാം തീയതി പര്യവസാനിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ എല്ലാ ചടങ്ങുകളിലും നിങ്ങളെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയ സാന്നിധ്യം ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തീർത്ഥാടന വാരത്തോടുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പല പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ്. ജൂൺ മാസം 9-ാം തീയതി മലയാള മനോരമയിൽ നമുക്കറിയാം, മിക്ക ദിവസങ്ങളിലും ശുഭദിന ചിന്ത എന്നുള്ളൊരു കോളത്തിൽ നല്ല ചിന്താവിഷയം ഉണ്ടാകും. ജൂൺ മാസം 9-ാം തീയതി ഉണ്ടായിരുന്ന ചിന്താവിഷയം തീർത്ഥാടനത്തിൻ്റെ പ്രസക്തി അതെങ്ങനെയായിരിക്കണം എന്നുള്ളതായിരുന്നു. ഒരു ഗുരുവിൻ്റെ അടുത്ത് 2-3 ശിഷ്യന്മാർ വന്നിട്ട് തീർത്ഥാടനത്തിന് പോകാൻ അനുവാദം ചോദിച്ചു. ഗുരു അനുവദിച്ചു. പക്ഷേ പോകുന്ന കൂട്ടത്തിൽ ഒരു പാവയ്ക്ക കൂടി കയ്യിൽ കരുതുവാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. പോകുന്ന വഴിക്ക് ഇത് നഷ്ടപ്പെടാതെ തിരികെ കൊണ്ടുവരണം എന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടനത്തിന് പോയ ശിഷ്യസംഘം പോകേണ്ടിടത്തൊക്കെ പോയി തീർത്ഥാടനം നടത്തി അവർ മടങ്ങി വന്നു. ഗുരു അവരെ മടങ്ങി വന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സ് ശാന്തമായോ എന്ന്. നിശബ്ദതയായിരുന്നു മറുപടി. കയ്യിലുണ്ടായിരുന്ന പാവയ്ക്ക നഷ്ടപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഉച്ചഭക്ഷണത്തിന് അതുകൂടി ഒരു വിഭവം ആയിരിക്കട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഉച്ചഭക്ഷണത്തിന് ഗുരുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. പാവയ്ക്കായും അത് കറിയായോ തോരനായോ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ടും പാവയ്ക്കായുടെ കയ്പിന് ഒരു കുറവും ഇല്ലല്ലോ എന്ന്. ആദ്യം ആരും ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഒരാൾ മറുപടി പറഞ്ഞു, അത് അതിൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. തീർത്ഥാടനം കൊണ്ട്
എങ്ങനെ മാറും എന്ന്. ഒരു കഥയായിട്ടാണ് ഇത് ഈ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്ന ആഴമായ അർത്ഥമാണ് തുടർന്ന് അതിൻ്റെ വ്യാഖ്യാന രൂപേണ എഴുതിയിരിക്കുന്നത്. അടിത്തറ നന്നാകാതെ അലങ്കാരങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന്. മൂടി പിടിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് താൽക്കാലിക മിനുക്കുപണികൾ കൊണ്ടൊന്നും അധികം കാലം ആയുസ്സുണ്ടാകുകയില്ല എന്ന്. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമേ അതുകൊണ്ട് കഴിയുകയുള്ളൂ എന്ന് ഈ ചിന്ത പങ്കുവയ്ക്കുന്ന ആൾ മുന്നോട്ട് ആശയങ്ങൾ എഴുതി പോവുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, തീർത്ഥാടനങ്ങൾ കൊണ്ട് കാഴ്ചപ്പാടുകൾ മാറണം, സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണം. പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു തീർത്ഥാടനം നടത്തി. അദ്ദേഹം ഊർസ്ലേമിലേക്ക് സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചല്ലോ. പുണ്യസ്ഥലത്തേക്ക് കർത്താവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞെടുത്തും കബറിടത്തിലുമൊക്കെ അദ്ദേഹം പോയി. അദ്ദേഹം കർത്താവിൻ്റെ കബറിങ്കൽ ചെന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു പരിശുദ്ധ പരിമല തിരുമേനിയെ ആണ് ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം അവിടെ കരഞ്ഞുകൊണ്ട് നടത്തിയ ആ സമയത്തെക്കുറിച്ചുള്ള വർണ്ണന വായിക്കുന്നവരുടെ കണ്ണും നിറയുന്നതായിരുന്നു. തീർത്ഥാടനങ്ങൾ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കണം. അവരവരുടെ ഉള്ളിലേക്ക് നയിക്കുവാൻ തീർത്ഥാടനങ്ങൾ ഒരു മുഖാന്തരമായി തീരണം. അവനവനെ തന്നെ കണ്ടെത്തുവാൻ, നമ്മുടെ ആത്മീക അവസ്ഥ വിചിന്തനം ചെയ്യുവാൻ, ദൈവികവും ആത്മീകവുമായി അനുതാപത്തിലൂടെ ഒരു പുതുക്കത്തിന് തീർത്ഥാടനങ്ങൾ മുഖാന്തരമായി തീരണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. 2 ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള വിശുദ്ധ എവൻഗേലിയോൻ വായനയിൽ ശാസ്ത്രിമാരുടെ അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് അനുസരിക്കാനായും എന്നാൽ അവരെ അനുകരിക്കരുതെന്നും കർത്താവ് പഠിപ്പിച്ചൊരു വേദഭാഗം എവൻഗേലിയോനിൽ കൂടി നാം കേട്ടല്ലോ. ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവായ സ്വർണ്ണനാവുകാരൻ മാർ ഈവാനിയോസ് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. The seat does not make a priest, but the priest makes the seat. The place does not sanctify a person, but a person sanctifies the place. അതായിരിക്കട്ടെ തീർത്ഥാടനം കൊണ്ട് നമുക്കുണ്ടാകേണ്ട അനുഭവം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധൻ്റെ മധ്യസ്ഥത അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. അനുഗ്രഹീതമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസാണ്. ഭക്ത്യാദരപൂർവം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഭദ്രദീപം തെളിച്ചതിന് ശേഷം അനുഗ്രഹ സന്ദേശം നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങയോട് അപേക്ഷിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, മുഖ്യ സന്ദേശം നൽകുന്ന പ്രൊഫസർ CT അരവിന്ദ് കുമാർ, ആശംസകൾ അർപ്പിക്കുന്ന പത്തനംതിട്ട MP ബഹുമാനപ്പെട്ട ശ്രീ ആൻഡ്രു ആൻ്റണി, തിരുവല്ല MLA ശ്രീ മാത്യു തോമസ്, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് അബ്രഹാം, ഫാദർ MC പൗലോസിയോ പരിമല ആശുപത്രി, കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അശോകൻ, മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി TV രത്നകുമാരി, വാർഡ് മെമ്പർ ശ്രീമതി വിമല ബെന്നി, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ശ്രീ മത്തായി T വർഗീസ്, ശ്രീ മാത്യു അരീപുറം, ശ്രീ ജോസ് പുത്തൻപുരയിൽ, ശ്രീ മനോജ് B ജോർജ് പന്നായിക്കടവിൽ, പരിമല സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട എൽദോസ് ഏലിയാസ് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കൃപ മുഖാന്തരം നമുക്കെല്ലാവർക്കും പരിശുദ്ധ പരിമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിൻ്റെ തീർത്ഥാടന വാരാഘോഷത്തിൻ്റെ ആദ്യ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ഇടയാകുന്നു. ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ മാത്രം ഈ ലോകത്തിൽ ജീവിച്ചെങ്കിലും മലങ്കര മണ്ണിൽ നിന്ന് ആദ്യമായി പരിശുദ്ധനെന്ന നാമം ലഭിക്കുവാനിടയായിത്തീർന്ന മലങ്കര സഭയുടെ അരിമസന്താനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ വലിയ വെളിച്ചം ലോകത്തിന് നൽകി ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാൻ കാരണമായി തീർന്നത് ജീവിതകാലത്ത് മാത്രമല്ല, തുടർന്ന് ഈ 123-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ആ പ്രകാശം അനേകരെ ആകർഷിക്കുന്നു എന്നുള്ളത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിയേറ്റിന് വന്നതായ സമയത്ത് നാനാജാതി മതസ്ഥരായി ദൂരെയും ചാരയുമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് വന്ന് ആ പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ ആരംഭിക്കുന്നതിനെ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ആ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് സന്നദ്ധരായി വന്നു എന്നുള്ളതാണ്. പരിമല തിരുമേനി ഒരു വിശ്വപൗരനാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അദ്ദേഹം ഒരിക്കലും തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ തൻ്റെ ജാതിയുടെ വർഗത്തിൻ്റെയോ മാത്രമായി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളല്ല. തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ചയാളാണ്. കുന്നംകുളത്തും അതുപോലെ തന്നെ തുമ്പോൺ പ്രദേശത്തുമൊക്കെ മസൂരി വ്യാപിച്ചപ്പോൾ ആ പ്രദേശങ്ങളിൽ താമസിച്ച് അവിടെയെല്ലാം ആ ബാധയേറ്റവരുടെ എല്ലാവരുടെയും വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ആരെന്നില്ല, ഏത് മതമെന്നില്ല, വിശ്വാസമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഇല്ല, എല്ലാവരുടെയും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടിയ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു വിശ്വപൗരനെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മളെല്ലാവരും
പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും ഇരിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് പരസ്പരം കാണുവാനും അറിയുവാനും പരസ്പരം സംസാരിക്കുവാനും സാധിക്കുന്ന രീതിയിൽ നാം എല്ലാവരും വളർന്നിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ ലോകം മുഴുവനും ഇന്ന് നമ്മിൽ ചുരുങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെയും ലോകം മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. നമുക്ക് ഗാസയിൽ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചാൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. യുക്രൈനിൽ അനേകായിരങ്ങൾ മരിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് വല്ല ദുഃഖവുമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉഗാണ്ടയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി കൊണ്ട് പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചാൽ അതിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അട്ടപ്പാടി മലയിൽ പോഷകാഹാര കുറവുകൊണ്ട് ആദിവാസികളുടെ കുടുംബങ്ങളിലുള്ള മക്കൾ മരിച്ചാൽ നമ്മൾക്ക് വേദനയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള വേദനകൾ അന്യമാകുന്നതായ ഒരു ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഏത് മതത്തിൻ്റെ പ്രമാണങ്ങളെടുത്താലും ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവാംശമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അത് പഠിപ്പിക്കാത്ത ഒരു മതങ്ങളുമില്ല. അപ്പോൾ ആ ദൈവ സാന്നിധ്യം അല്ലെ ദൈവ ചൈതന്യം അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ദൈവത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത ബുദ്ധമതത്തിൽ പോലും പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും ആ ദൈവചൈതന്യം യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ പരിമല തിരുമേനിയാണ് അതിൻ്റെ വലിയ മുഖാന്തരം. അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത് വിശ്വസാഹോദര്യമാണ്, വിശ്വസ്നേഹമാണ്. മതിൽക്കെട്ടുകൾക്കോ അതിർവരമ്പുകൾക്കോ ഒതുക്കി നിർത്താനാകുന്ന ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചോ മനുഷ്യവർഗത്തെക്കുറിച്ചോ പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് വീക്ഷണമില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുമ്പുണ്ടിലും മറ്റ് ഭാഗങ്ങളിലെ കുന്നംകുളത്തും മറ്റെല്ലാ ഭാഗങ്ങളിലുമായിട്ട് ആരംഭിച്ച് അവസാനം തിരുവല്ലായിൽ MGM സ്കൂളും ആരംഭിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് സാന്മാർഗ വിശുദ്ധീകരണത്തിനുള്ളതായ മാർഗങ്ങളുണ്ടാവണം എന്നും ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ തീണ്ടലും തൊടിയിലുമുള്ള കാലത്ത് അവർ അതിനതീതമായി വളരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞൊരു വിശ്വപൗരനായിട്ട് തനിക്ക് പ്രവർത്തിക്കാവുന്ന മേഖലയിൽ ആ ഒരു വലിയ സന്ദേശം കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ന് ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. എവിടെ ദുഃഖമുണ്ടായാലും ദുഃഖിക്കുന്ന ഒരു മനസ്സ് ഉള്ളവരായി നാം തീരുകയും ആ ദുഃഖിക്കുന്ന സാഹചര്യത്തെ സന്തോഷകരമാക്കി തീർക്കുവാനുള്ളതായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാമും പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അർത്ഥം കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് പോകുവാൻ അദ്ദേഹം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ ദുഃഖവും പ്രയാസവും
വിഷമവും അനുഭവിക്കുന്നവരാരും ഉണ്ടാകരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ സമീപിച്ച എല്ലാവർക്കും സമൃദ്ധിയാകുവാൻ തൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സെമിനാരിയിലോ ഉള്ളതെല്ലാം അവർക്ക് കൊടുത്തവരെ സമ്പന്നരാക്കി മനസ്സിൻ്റെ സമ്പന്നതയിൽ അവരെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ജീവിതം അർത്ഥപൂർണമാകുന്നത് അവിടെയാണ്. പരിശുദ്ധിയുടെ മകുടം അവിടെയാണ്. ആ പരിശുദ്ധിയുടെ ഉന്നതത്തിലേക്ക് കരയേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത് പരിമല തിരുമേനിയുടെ ആ ജീവിത ശൈലിയിൽ വിശ്വപൗരന്മാരായി ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതായ ഉത്തമ പൗരന്മാരായി പ്രവർത്തിക്കുന്നതായ സമയത്താണ്. അതിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം മാതൃകയായി നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റുവാനായിട്ട് സ്വാർത്ഥതയും അഹങ്കാരവും ഒഴിച്ചു നിർത്താതെ സാധിക്കുകയില്ല. അതിൻ്റെ ഊടായി തീർന്നിരിക്കുന്ന മനുഷ്യന് ഇന്ന് പരസ്പരം നശിപ്പിക്കുവാനുള്ള ശ്രമവും പരസ്പരം ഇല്ലാതാക്കുവാനുള്ളതായിരിക്കുന്ന വ്യാമോഹവുമാണ്. മറ്റൊരുവൻ്റെ നില എനിക്ക് ദോഷമാണ്, അതുകൊണ്ട് അവനെ നിർമൂലനം ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയൂ. അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ഫിലോസഫിയുമായി ഇന്ന് ലോകത്തിൽ രാജ്യങ്ങളും വ്യക്തികളും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ലജ്ജിക്കുകയല്ലാതെ നമുക്കൊന്നുമില്ല. മറ്റുള്ളവർ തങ്ങളുടെ ചൂഷക വർഗങ്ങളാണെങ്കിൽ തൻ്റെ ചൂഷണം ചെയ്യാനുള്ളതായ ആളുകളാണെന്ന് മാത്രം കണക്കാക്കി പോകുന്ന ഒരു സമൂഹത്തിൻ്റെ സമൂലമായ പരിവർത്തനമുണ്ടായെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ സമൂലമായ പരിവർത്തനത്തിന് തിരികൊളുത്തിയ ആളാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. അത് ഉൾക്കൊള്ളുവാൻ നമുക്കെന്ത് മാത്രം സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ തരുണത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഈ വർഷത്തെ തീർത്ഥാടന വാരം ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ ഭക്തിയാദരവുകൾ അർപ്പിക്കുന്നു. പാണ്ഡിത്യത്തിൻ്റെ ശോഭയിലും പക്വതയോടെയും കാര്യക്ഷമതയോടെയും മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്ന വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദ് കുമാർ അവറുകളെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപ്പൊലീത്ത തിരുമേനി, ഇത് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ പരിശുദ്ധ കാതലിക് ബാബ തിരുമേനി, പത്തനംതിട്ടയുടെ ഏറ്റവും ബഹുമാന്യനായ MP ശ്രീ ആൻഡോ ആൻ്റണി അവർകൾ, തിരുവല്ലയിലെ ബഹുമാന്യനായ MLA ശ്രീ മാത്യു T. തോമസ്, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഒരു മിനിറ്റ് ഞാനൊന്ന് സംശയിച്ചത്, ഇന്ന് ശരിക്കും പാലക്കാട് ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിന് പോകാൻ അല്ലെ ചടങ്ങിൽ സംബന്ധിക്കാനുള്ള ഏറ്റുകഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നത്. അതുകൊണ്ടാണ് അതെങ്ങനെ മാറ്റിവെക്കും എന്നുള്ള ഒരു ആലോചന കൊണ്ടാണ് ഒരു മിനിറ്റ് ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നത്. അല്ലാതെ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല. ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത്രയും പരിപാവനമായ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നതിലും ഇത്രയും വലിയ മഹത് വ്യക്തികളുടെ കൂടെ ഇരിക്കാൻ സാധിച്ചതിലുമൊക്കെ വളരെ സന്തോഷം. പരിമല തിരുമേനിയെക്കുറിച്ച് ഞാൻ ഒന്ന് അറിയാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്.
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ശരിക്കും ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമുക്ക് പറയാവുന്ന ലോകത്ത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു ജീവിതം തന്നെയാണ് സന്ദേശം എന്നുള്ളത്. അതിലൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. ഒരു 18-ാം വയസ്സിൽ പൂർണ്ണമായ വൈദിക സ്ഥാനം, അതുപോലെ 28-ാം വയസ്സിൽ മെത്രാൻ ആയ ഒരു വ്യക്തി. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എത്രയുണ്ട് എന്നുള്ളത്. 1940-നും 50-നും ഇടയ്ക്ക് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ സമയമാണ്. ചരിത്രപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ അത് എല്ലാം എടുത്തു പറയുന്നില്ല. അതിൽ ഇന്ത്യയിലുണ്ടായ ഒരു മാറ്റം തീർച്ചയായിട്ടും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ്. അതേപോലെ 47-ലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനാവുന്നതും 1947-ലാണ്. ഇവിടെ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു പുരുഷായുസ്സിൻ്റെ പകുതി എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ലോഗൻ എല്ലാവർക്കും പറഞ്ഞു തന്ന ഒരു കാര്യം പ്രാർത്ഥനയാണ് സ്വർഗത്തിൻ്റെ താക്കോൽ എന്നുള്ളതാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ. എന്താണ് ഈ പ്രാർത്ഥന എന്നുള്ളത്? അതൊരു പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇരുന്നുള്ള ഉറക്കെയുള്ള ബൈബിൾ പാരായണം മാത്രമാണോ പ്രാർത്ഥന? അതോ ഈശ്വരനെ വിളിക്കുന്നത് മാത്രമാണോ പ്രാർത്ഥന എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കണ്ടത് ശരിക്കും 3 കാര്യത്തിലാണ് അദ്ദേഹം പൂർണ്ണമായി ഈ ജീവിതം തന്നെ മറ്റുള്ള മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഒന്ന്, സ്നേഹം എന്നുള്ളത്. രണ്ടാമത്തത് വിനയം എന്നുള്ളത്. മൂന്നാമത്തത് സേവനം എന്നുള്ളത്. സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്നേഹങ്ങളുണ്ട്. നമുക്ക് അച്ഛനെയും അമ്മയും ഉള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, നമ്മുടെ ബന്ധുക്കളോടുള്ള സ്നേഹം, ഭക്ഷണത്തോടുള്ള സ്നേഹം, ഏതെങ്കിലും സ്ഥലത്തോടുള്ള സ്നേഹം. ഇങ്ങനെ സ്നേഹങ്ങൾ ഒരുപാട് ഉണ്ട്. ആ സ്നേഹങ്ങളൊക്കെ ഒരു ശരിയായ സ്നേഹം തന്നെയാണ്, അത് നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല. അതും പക്ഷേ വിശാലമായ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അത്തരം സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹം എന്നുള്ളതിൽ ആദ്യത്തെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സഹജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം. അതുമാത്രമല്ല ശരിക്കും സ്നേഹം. മൃഗങ്ങളെ സ്നേഹിക്കണ്ടേ? അങ്ങനെ നോക്കിയാൽ നമ്മുടെ പ്രകൃതിയിലെ മരങ്ങളെയും സസ്യങ്ങളെയൊക്കെ സ്നേഹിക്കണ്ടേ? അപ്പോൾ സ്നേഹം കുറച്ചുകൂടെ വേറൊരു തലത്തിലോട്ട് മാറി. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ സ്നേഹം എന്നുള്ളത് ജീവനുള്ളതിലോട്ട് മാത്രമാണോ സ്നേഹം എന്നുള്ളത്? ജീവനില്ലാത്തതിനെ സ്നേഹിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ജീവനില്ലാത്തതിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വിശാലമാണ്. അതാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഞാനൊരു പരിസ്ഥിതി പഠിപ്പിക്കുന്ന അധ്യാപനം കൂടെയാണ്. അവിടെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അവിടുത്തെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ജീവനുള്ളതും ഇല്ലാത്തതും ഉള്ള സംവാദം, തമ്മിലുള്ള സംവാദം, ഇൻട്രാക്ഷൻ എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന കല്ലിനെ സ്നേഹിച്ചേ പറ്റുള്ളൂ, മണ്ണിനെ സ്നേഹിച്ചേ പറ്റുള്ളൂ, വായുവിനെ സ്നേഹിക്കണം, വെള്ളത്തിനെ സ്നേഹിക്കണം. അങ്ങനെ പോകുന്നു സ്നേഹത്തിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത്. അതാണ് ശരിക്കും സ്നേഹം എന്ന് ഉള്ളത്. ഗോഡ് ഈസ് ലവ് എന്ന് ഉള്ള കാര്യം, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൊട്ടടുത്ത ആൾക്കാരോടുള്ള മാത്രം സ്നേഹമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും തമ്മിലുള്ള ഇൻ്റർലിങ്കിങ്, അതാണ് സ്നേഹം എന്ന് ഗോഡ് ഈസ് ലവ് എന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് സ്നേഹം എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇന്ന് നമ്മൾ കാണുന്ന സുസ്ഥിര വികസനം എന്നൊക്കെ പറയുമ്പോൾ. സുസ്ഥിര വികസനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും. മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം ആ ഡെവലപ്മെൻറ്റുകളെല്ലാം ചില പ്രശ്നങ്ങളൂടെ വരുമ്പോൾ നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയും.
അപ്പോൾ സുസ്ഥിര വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഉള്ളത്, ഒരു 3 പില്ലേഴ്സാണ്. അത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പില്ലർ, പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ സാമ്പത്തികം എന്നുള്ളത്. പിന്നെ മൂന്നാമത്താണ് സോഷ്യൽ ആസ്പെക്ട്, സോഷ്യൽ പില്ലർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ജീവിക്കാനുള്ള സാഹചര്യവും നമുക്ക് നല്ലൊരു ചുറ്റുപാടും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾക്ക് സന്തോഷമില്ലെങ്കിൽ ശരിക്കും സുസ്ഥിര വികസനമില്ല, സുസ്ഥിരം അല്ല, സസ്റ്റൈനബിലിറ്റി ഇല്ല എന്ന് പറയും. അവിടെയാണ് ആ സുസ്ഥിര വികസനത്തിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന ആ കാര്യത്തിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്നതെങ്കിലും ഈ പരിസ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, പരിസ്ഥിതി സ്നേഹമല്ല നമുക്ക്. നമ്മൾ പലരും പറയും പരിസ്ഥിതി സ്നേഹം, അങ്ങനെയല്ല. പരിസ്ഥിതിയോടുള്ള ഭയമാണ് നമുക്കുള്ളത്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പരിസ്ഥിതി സ്നേഹം എന്നൊരു വാക്ക് അവിടെ വരുന്നത്. അത്തരം സ്നേഹം മനുഷ്യനില്ല ശരിക്കും പറയും. മനുഷ്യൻ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളത്, അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗോഡ് ഈസ് ലവ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് പരിമല തിരുമേനി കൃത്യമായി, അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ തുടക്കത്തിലെ സ്വാഗതത്തിൽ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. അദ്ദേഹം ആ പരിസ്ഥിതിയെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അത് ഈ പറയുന്നത് പോലെ ക്രിസ്തുമതത്തിൽ മാത്രമല്ല, ഹിന്ദുമതത്തിലെടുത്തു കഴിഞ്ഞാൽ അത് ഭക്തി, ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് ജീവജാലങ്ങളോടുള്ള സ്നേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ബുദ്ധമതത്തിൽ പറയുന്നുണ്ട് മെത്ത എന്നാണ് സ്നേഹം എന്നുള്ളത്. അതും സർവഹിത ചിന്തയായിട്ടാണ് കാണുന്നത്. ഇതിനൊക്കെ മുകളിലുള്ളൊരു പ്രത്യേക ചിന്ത, അതാണ് അതിൽ പറയുന്നത്. ഇസ്ലാമിലും അത് പറയും, ഇസ്ലാം മതത്തിലും അത് പറയുന്നുണ്ട്. ഇസ്ലാം അല്ലാഹുവിനോട് അടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹജീവികളോടുള്ള സ്നേഹം വേണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഉള്ളത് വിനയം. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു കാര്യം വിനയം എന്നുള്ളത്. വിനയം എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ് ഈ വിനയം എന്നുള്ളത് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്, സ്വയബോധം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ അറിയാം, നമുക്ക് എന്തെല്ലാം അറിയില്ല. അതാണ് ശരിക്കും വിനയം എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ അറിവ് കേട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിക്കും വിനയത്തിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം തുറന്ന മനസ്സ്, ഓപ്പൺനെസ്. കാര്യങ്ങളെ നമുക്കെല്ലാം അറിയാവുന്ന ഒരിക്കലും വിചാരിക്കരുത്, നമുക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അത് വിനയമാണ്. അത് മറ്റുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു 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 കാര്യപ്രാപ്തി, അതാണ് ശരിക്കും വിനയം എന്ന് പറയുന്നത്. പിന്നുള്ളത് റെസ്പെക്റ്റ്, മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ്. അവിടെയും നമ്മൾ വിനയത്തിലോട്ട് പോവുകയാണ്. അഹങ്കാരമില്ലായ്മ, ആബ്സൻസ്, അതായത് ഈഗോ ഇല്ലായ്മ, ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിനയം ആയിട്ട് കാണാൻ പറ്റും. അത് ഈ പറയുന്നത് പോലെ ക്രിസ്തുമതത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇതിൻ്റെ എക്സാമ്പിൾ ആരാണ്, റോൾ മോഡൽ, അത് ജീസസ് ക്രൈസ്റ്റ് തന്നെ, വേറൊരു മോഡലില്ല. നമുക്കറിയാവുന്ന ഒരു മോഡലും വിനയത്തിൻ്റെ ഒരു മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആ ഒരു വ്യക്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തന്നെ ഒറ്റ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് പോലും അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആർക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ആ ദേഷ്യമില്ല എന്നുള്ളതാണ്. സോ ഒരുപക്ഷെ മനുഷ്യർക്ക് അത്രയും ലെവലിലോട്ട് എത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെയാണ് ശരിക്കും ദേഷ്യമില്ലായ്മ അല്ലെങ്കിൽ വിനയം എന്നുള്ളൊരു സ്ഥായിയായ ഭാവം. അത് ശരിക്കും ഹിന്ദുമതത്തിലും പറയുന്നുണ്ട്. ശരിക്കും വിനയം എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ അടയാളമായിട്ടാണ് ഹിന്ദുമതത്തിൽ, ഏറ്റവും വലിയ അറിവിൻ്റെ അടയാളമായിട്ടാണ് അത് പറയുന്നത്. ബുദ്ധമതത്തിലും ഇത് അഹങ്കാരത്തെ അതിജീവിക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് അതിനകത്തും പറയുന്നുണ്ട്. ഇസ്ലാമിലും അതേ കാര്യം തന്നെ. അത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് വിനയത്തിനെ ഇസ്ലാം മതത്തിൽ കാണുന്നത്. ഇതെല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഇവിടെ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ അതുപോലെ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ വിനയം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പരിമല തിരുമേനിയുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ശരിക്കും വിനയമായിരുന്നു. മൂന്നാമത്തത്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, മൂന്നാമത്തത് സർവീസ്, സേവനം എന്നുള്ളതാണ്. സേവനം നമ്മൾ പല രീതിയിൽ സേവനം ചെയ്യും. പക്ഷേ തിരിച്ചൊന്നും ആഗ്രഹിക്കാതുള്ള സേവനത്തിനെയാണ് ശരിയായ സേവനം എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് വേണ്ടിയാവാം, മൃഗങ്ങൾക്ക് വേണ്ടിയാവാം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാവാം. അതാണ് ശരിക്കും ഉള്ള സേവനത്തിൻ്റെ ശരിയായ അർത്ഥം എന്നുള്ളത്. അത്
ഈ പറയുന്നത് പോലെ വീണ്ടും ഏത് മതം എടുത്താലും ഉണ്ട്. ക്രിസ്തു മതത്തിലാണ് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് അത് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഏറ്റുപിടിക്കാവുന്ന ഒരു വ്യക്തി ശരിക്കും ജീസസ് ക്രൈസ്റ്റാണ്, യേശു ക്രിസ്തുവാണ്. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹം എങ്ങനെയാണ് സേവനം, ഞാനിവിടെ അത് പറയേണ്ട യാതൊരു കാര്യമില്ല, എങ്ങനെയാണ് ആ സേവനം എന്നുള്ളത്. അവിടെയും ഒരു റോൾ മോഡലാണ് നമ്മൾ ജീസസ് ക്രൈസ്റ്റ്. അത് പല മതങ്ങളിലുണ്ട്. ഹിന്ദു മതത്തിൽ അത് പറയുന്നത് മാനവസേവ, മാധവസേവ എന്നാണ് പറയുന്നത്. കർമ്മം ചെയ്യുക എന്നുള്ള, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, കർമ്മം മാത്രം ചെയ്യുക എന്നുള്ള വലിയ ഒരു സന്ദേശം അവിടെയുണ്ട്. ഇസ്ലാമിലും അതേയുണ്ട്. സേവനം എന്നുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യണം എന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സേവനം എന്നുള്ളത് വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. അത് പരിമല തിരുമേനിയുടെ കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ്. ലളിതമായ ജീവിതം, അങ്ങനെ പോകുന്നു. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം മേഖല ഞാൻ ഈ പറഞ്ഞതും അതിനപ്പുറത്തും ഉള്ള ഒരു രീതിയിൽ ഒരു മനുഷ്യ ജന്മം ആയിട്ട് വരികയും തീർച്ചയായിട്ടും അദ്ദേഹം സെയിൻ്റായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ പോലും ആ ജീവിച്ചിരുന്ന സമയത്തുള്ള ആ പ്രവർത്തനങ്ങൾ എന്നുള്ളത് വളരെ ലളിതമായ ജീവിതം, ആർഭാടം ഒരിക്കലും കാണിക്കാത്ത ആ ഒരു ജീവിതം, ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി ആണ് സന്ദേശം എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാൽ അത് തന്നെയാണ് സന്ദേശം. പരിമല തിരുമേനിയുടെ ജീവിതമാണ് സന്ദേശം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ വൈസ് ചാൻസലർ അവറുകൾ ശ്രേഷ്ഠമായ സന്ദേശത്തിലൂടെ നമ്മെ കൂടുതൽ പ്രകാശിതരാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറെ ഇന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സഭയുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ പ്രതീകമായി പരിസ്ഥിതി സ്നേഹി കൂടിയായ, പരിസ്ഥിതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതി പഠിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് സമ്മാനമായി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ പറ നൽകുകയാണ്. അറിവിൻ്റെ നിറപറ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പുണ്യമാണ്. സഭയെ മാത്രമല്ല സമൂഹത്തെ ആകെ തൻ്റെ വാക്കുകൾ കൊണ്ടും ദൈവസ്നേഹത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധ പിതാവ് പൗരോഹിത്യ കനക ജൂബിലി നിറവിലാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം പരിശുദ്ധ പിതാവിന് ആശംസകൾ നേരാം. ഈ സവിശേഷ സന്ദർഭത്തോടനുബന്ധിച്ച് സഹോദരൻ പദ്ധതി നടപ്പാക്കുന്ന ഭവനദാന പദ്ധതിയെക്കുറിച്ച് അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് നമ്മോട് പ്രസ്താവിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനി ദൈവകൃപയിൽ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരാഘോഷമോ യാതൊരു കാര്യമോ നടത്തരുത് എന്ന് വളരെ നിർബന്ധമായി ഞങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ നടത്തുന്നെങ്കിൽ അതിന് ഞാൻ എതിരല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരാഘോഷവും നടത്തരുത് എന്ന് വളരെ നിർബന്ധമായി പറയുകയും ചെയ്തു. ഇന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പൗരോഹിത്യ കനക ജൂബിലിയുടെ പദ്ധതിയായി 100 ഭവനങ്ങൾ ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന, സ്വന്തമായി ഒരു ഭവനമില്ലാത്ത, ജാതി മത സമുദായ പരിഗണന ഒന്നും നോക്കാതെ തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ പ്രഭാഷണങ്ങളിലും ഉപദേശങ്ങളിലും ശക്തമായി പഠിപ്പിച്ചു. സമസൃഷ്ടങ്ങളെ ആര് സ്നേഹിക്കുന്നുവോ അവനാണ് ഒരു ഉത്തമ ഭക്തൻ എന്ന്. തിരുമേനി അത് വാക്കുകൊണ്ട് പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു, സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം അത് കാട്ടിത്തരികയും ചെയ്തു. ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 123 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സഹോദരൻ പദ്ധതി ഏറ്റെടുക്കുന്നു. 100 ഭവനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന, അടയാളമുള്ള ഒരു ഭവനമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ഇന്നതിന് തുടക്കം കുറിക്കുകയാണ്. ഏതെല്ലാം വിധത്തിൽ ഇതിൽ സഹകരിക്കാമെന്ന് നിങ്ങൾ പ്രാർത്ഥനാപൂർവം ചിന്തിക്കുക. അനുദിന പ്രാർത്ഥനയിൽ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണമേ. 650 സ്ക്വയർ ഫീറ്റ് എങ്കിലും വലിപ്പമുള്ള ഒരു ഭവനം
വിസ്തീർണമുള്ളൊരു ഭവനമാണ് വിഭാവനം ചെയ്യുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഒരു ഭവനമാണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഭവനം അത് സ്പോൺസർ ചെയ്യാൻ കഴിവുള്ളവർ ധാരാളം ഈ സഭയിലുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇത് സമർപ്പിക്കുന്നു. ഭാഗികമായി ദൈവം അവരവർക്ക് തന്നിരിക്കുന്ന കഴിവിൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഭാഗികമായി സ്പോൺസർ ചെയ്യുവാനുള്ളവരുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1000 രൂപയുടെ കൂപ്പണുകളിലൂടെയാണ് ഇതിന് പ്രധാനമായി ധനസമാഹരണം നടത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തെ പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പരിമലയുടെ മണ്ണിൽ അതിൻ്റെ വിൽപ്പന നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സഹകരിക്കാം. ആർക്കാണ് ഭവനം കൊടുക്കുന്നത് എന്ന് പരിശുദ്ധ ബാവാ തിരുമേനി ഞാൻ എഴുന്നേറ്റ് ഈ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു. ആർക്കാണ് ഭവനം കൊടുക്കുന്നത് എന്നുള്ളത് കിട്ടുന്നവർ മാത്രമേ അറിയുകയുള്ളൂ എന്നും ഉള്ളത് നിർബന്ധമായി പരിശുദ്ധ ബാവാ തിരുമേനി ഓർപ്പിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വളരെ സുരക്ഷിതമായ ഇടങ്ങളിൽ പാർക്കുമ്പോൾ നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്ത് അതിന് കഴിയാതെ പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, എൻ്റെ സഹോദരന് ഒരു സ്വപ്ന ഭവന പദ്ധതി എൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ ഇതിൽ ഭാഗവക്കായി ഇത് വിജയകരമാക്കി തീർക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു, സഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ദൈവം തിരുമനസ്സായാൽ 2028 പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിന് ഇത് പൂർത്തീകരിച്ച് 100 ഭവനങ്ങൾ ഘട്ടം ഘട്ടമായി കൈമാറാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടുന്നു. മഹനീയമായ ഈ പദ്ധതിയുടെ ലോഗോ അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാമിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുകയാണ്. മഹനീയമായ ഈ പദ്ധതിയിലേക്ക് പ്രഥമ സംഭാവന എന്ന നിലയിൽ ബഹുമാന്യനായ അൽമായ ട്രസ്റ്റി 1 ലക്ഷം രൂപയുടെ കൂപ്പൺ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് പദ്ധതിയുടെ ഫണ്ട് സ്വീകരിക്കൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി പേർ വിളിക്കുന്ന ബഹുമാന്യർ ഇപ്പോൾ തന്നെ ഇതിലേക്ക് സംഭാവന നൽകുവാൻ തയ്യാറായിട്ടുള്ളവരാണ്. ദയവായി ഈ പേരുകൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. വെരി റവറൻ യാക്കോബ് റമ്പാൻ, ഡോക്ടർ തോമസ് കുരുവിള, ജോർജ് തോമസ് മുത്തൂറ്റിനു വേണ്ടി ഓഫീസ് മാനേജരായ ബഹുമാന്യനായ രാജ് ഫിലിപ്പ്, ശ്രീ കെ ജെ റെജി, വർഗീസ് എബ്രഹാം, സോബിച്ചൻ എബ്രഹാം, ജോർജ് എബ്രഹാം, ഡോക്ടർ ബിനു എം ഐസക്, ഡോക്ടർ ആൽവിൻ ജോൺ, ശ്രീ ആൽവിൻ ജോൺ, ശ്രീ ഷാജി എബ്രഹാം, ശ്രീ എം എ അന്ത്രയോസ്, ശ്രീ പി ജി വിൽസൺ, ശ്രീ തോമസ് കെ കുര്യൻ, ശ്രീ ജോസഫ് അലക്സാണ്ടർ, ശ്രീ ജേക്കബ് ഡാനിയേൽ ദുബായ്, ശ്രീ ജോൺസൺ കാട്ടൂർ അബുദാബി. ഇത്രയും ബഹുമാന്യരോടുള്ള പ്രത്യേകമായ സ്നേഹം ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ശ്രീ എബ്രഹാം കുറിയാക്കോസിനെ സാദരം ക്ഷണിക്കുന്നു. പേര് വിളിച്ചില്ലെങ്കിലും സഹകരിക്കാൻ സന്മനസ്സുള്ളവർക്ക് കൗണ്ടർ അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ കെ ജെ രാജു അവറുകളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
മഹനീയമായ ഈ സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് പത്തനംതിട്ടയുടെ ആദരണീയനായ MP ശ്രീ ആൻഡോ ആൻ്റണി ഇപ്പോൾ സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർക്കസ് സോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, തീർത്ഥാടന വാരാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് മാർത്തമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, മുഖ്യ സന്ദേശം നൽകിയ വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദ് കുമാർ, അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, പ്രിയപ്പെട്ട MLA മാത്യു ടി തോമസ്, സ്നേഹനിധിയായ അൽമായ ട്രസ്റ്റി റോണി വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അശോകൻ, TV രത്നകുമാരി, പ്രിയപ്പെട്ട വിമല മിന്നി, ഫാദർ MC പൗലോസ് അച്ചൻ, മത്തായി T വർഗീസ്, മാത്യു ഉമ്മൻ അരികപ്പുറം, ജോസ് പുത്തൻപരയിൽ, മനോജ് P ജോർജ് പന്നായിക്കടവിൽ, ഫാദർ എൽദോസ് ഏലിയാസ് അച്ചൻ, മറ്റാദരണീയരായ വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, പരിമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ തിരുനാൾ ദിവസത്തിൽ അനുഗ്രഹീതമായ ഈ സന്നിധിയിൽ ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ കഴിഞ്ഞതിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ഈ പരിമല ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിലല്ല, മറിച്ച് പരിമല തിരുമേനിയുടെ ഒരു ഭക്തൻ എന്ന നിലയിലാണ് ഞാനെപ്പോഴും ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിലെ കടന്നു പോകുമ്പോഴൊക്കെ ഈ കബറിങ്കൽ വരാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ തേടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഞാനിവിടെ സ്മരിക്കട്ടെ. സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബിജു ഉമ്മൻ അദ്ദേഹം പരിമല തിരുമേനിയെക്കുറിച്ച് പറഞ്ഞു. ആത്മീയമായ ചൈതന്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ, അതുപോലെ വിദ്യാഭ്യാസം അനിവാര്യമാക്കേണ്ടതിനെക്കുറിച്ച് സമൂഹത്തിൽ എല്ലാവരുമായി ചേർന്ന് ഒരു മതനിരപേക്ഷത കാത്തുപരിപാലിക്കുന്നതിനെക്കുറിച്ചൊക്കെ പരിമല തിരുമേനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധ ബാബ തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ അംശം കുടികൊള്ളുന്നു. അവരെ വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്നുള്ള ഇന്നീ കാലഘട്ടം ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശമാണ് പരിശുദ്ധ ബാബ തിരുമേനി ഇവിടെ നൽകിയത്. ബാബ തിരുമേനി സന്ദേശം നൽകുക മാത്രമല്ല, ബാബ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയുടെ നിരവധി പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് തങ്ങളുടെ ആവശ്യം കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാണ് കൈത്താങ്ങ്. അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ സാമൂഹ്യപരമായ പശ്ചാത്തലമോ ഒന്നും ബാധകമേ അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്തരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വ്യക്തിയുടെ സമ്പത്തോ അധികാരമോ വേഷഭൂഷാദികളോ പ്രൗഢിയോ ഒന്നുമല്ല, അവൻ്റെ ഹൃദയത്തിലെ നന്മയിലേക്കാണ് ദൈവം എപ്പോഴും ഉറ്റുനോക്കുന്നത്. അവിടെ സ്നേഹമുണ്ടോ, സാഹോദര്യമുണ്ടോ, കരുണയുണ്ടോ, തൻ്റെ ചുറ്റുപാടുമുള്ള സഹജീവികളെ അയൽക്കാരനായി അവൻ കാണുന്നുണ്ടോ? ഇതാണ് ദൈവം ഉറ്റുനോക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തമായ ആ മാതൃക സമൂഹത്തിൽ പ്രസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മഹത്തരമായ കാഴ്ചപ്പാടുകളാണ് ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമാണ്, അഭിനന്ദനീയമാണ്. സഭയുടെ തലവനെന്ന നിലയിൽ ബാബ തിരുമേനിയുടെ കാഴ്ചപ്പാട് അതായപ്പോൾ സഭയുടെ തന്നെ കാഴ്ചപ്പാട് അതായി മാറി.
ഇന്ന് സഭയുടെ തന്നെ 2 പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി, മറ്റൊരു ഓർത്തഡോക്സ് ദേവാലയത്തിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. 2 സ്ഥലത്തും കാരുണ്യത്തിൻ്റെ ധാരാളം പദ്ധതികളാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അപ്പോൾ സമൂഹത്തിലേക്ക് ഒരു സന്ദേശം ബാബാ തിരുമേനി പകർന്നു നൽകിയിരിക്കുകയാണ്. വേറൊന്നുകൂടി പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ നാട് മതനിരപേക്ഷമായി നിലകൊള്ളണം, എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. സമൂഹത്തിൽ വേണ്ടത് ശാന്തതയും സാഹോദര്യവും സമാധാനവുമാണ് എന്നുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഈ കേരളീയ സമൂഹത്തിൽ നിലനിർത്താൻ ഏറ്റവും പ്രൗഢമായ സേവനം നൽകുന്ന വ്യക്തി കൂടിയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ളത് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി മാത്രമേ നോക്കാൻ കഴിയൂ. ഞാൻ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ വേണ്ടി 16 കൊല്ലങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ പരിമലയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ആ തുടക്കം ഇന്നും മുടങ്ങാതെ മുന്നോട്ട് പോകുന്നതിന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ തിരുസന്നിധി എല്ലാവരുടെയുമാണ്. നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഇവിടെ വരുന്നത്. അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ സഭ അവരുടെ കൂടെയാണ് എന്ന് സമൂഹത്തിലേക്ക് ഒരു സന്ദേശം പകർന്നു നൽകാൻ എപ്പോഴും ബാബാ തിരുമേനിയുടെ ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കട്ടെ. എന്താണ് പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമിട്ടത്? എന്താണ് പരിമല തിരുമേനി തൻ്റെ സന്ദേശങ്ങളിലൂടെ ആഗ്രഹിച്ചത്? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർത്തീകരണത്തിലൂടെയാണ് ഇന്ന് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. 123-ാം ഓർമ്മ പെരുന്നാളിൽ ഒരിക്കൽ കൂടി പരിശുദ്ധ പരിമല തിരുമേനിയുടെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിന്നുകൊണ്ട് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവല്ലയുടെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവറുകൾ ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, തീർത്ഥാടന വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, ബഹുമാന്യായ ശ്രീ ആൻ്റണി MP, ശ്രീ ബിജു ഉമ്മൻ, ശ്രീ റോണി വർഗീസ് എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അശോകൻ, അംഗം ശ്രീമതി വിമല ബെന്നി, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട MC പൗലോസ് അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായി ഇത് 20-ാം കൊല്ലമാണ് പരിമല പെരുന്നാളിനനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. പരിമല പാലത്തോട് ചേർന്ന് നടപ്പാലം നിർമ്മിക്കണം എന്ന ആദ്യം ഞാൻ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആവശ്യം നിറവേറ്റപ്പെട്ടു. ഉപദേശിക്കടവ് പാലം പൂർത്തിയാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു. പാലം പൂർത്തിയായി. ഇന്ന് ഞാൻ അതിലെയാണ് കാർ ഓടിച്ചു വന്നത്. പഞ്ചായത്തിൻ്റെ റോഡാണെങ്കിലും PWD ആ റോഡും കൂടി ഏറ്റെടുക്കാൻ 10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്ന് ഈ കനത്ത മഴയില്ലായിരുന്നെങ്കിൽ റോഡിൻ്റെ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പരിമല പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുവാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറായി മുന്നിട്ടിറങ്ങുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് നിർദ്ദേശിച്ചനുസരിച്ച് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി കൂടി പങ്കെടുത്ത എല്ലാ വകുപ്പുകളും
ഏകോപിച്ചുള്ള ആലോചനയോഗം നടന്നതും ഞാൻ ഇത്തരത്തിൽ സ്മരിക്കുകയാണ്. എന്താണ് ഈ പെരുന്നാളിന് ഇത്ര അധികം ആളുകൾ എത്തിച്ചേരുന്നത് എന്നത് നമ്മയൊക്കെ അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഘടകമാണ്. ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം, കോവിഡ് കാലം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ വർഷവും പരിമേലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെയും അതിന് മുൻപിൻ്റെ വർഷത്തെയും കൊടിയേറ്റിന് ഞാൻ പങ്കെടുത്തിരുന്ന ആളാണ്. പക്ഷേ ഇന്നത്തെ കൊടിയേറ്റ് അന്നുണ്ടായിരുന്ന ആളുകളെക്കാൾ സംഖ്യാബലം കൊണ്ട് ഏറെ കനത്ത ഒരു കൊടിയേറ്റമായിരുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന വലിയ ഒരു രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ, തീർത്ഥാടനം കഴിഞ്ഞു പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു ശാന്തി, ആ ശാന്തി ലഭ്യമായി പോയി നിഷ്ക്രിയനായി വീട്ടിൽ കിടന്നുറങ്ങിയല്ല, നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ. പരിശുദ്ധ പരിമല തിരുമേനി ഓർമ്മിക്കുമ്പോൾ വളരെയധികം സാഹസികമായി മതേതര സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, ഒരു ആത്മീയ പിതാവ് എന്ന നിലയിലാണ് പൊതുസമൂഹം കാണുന്നത്. മസൂരി രോഗത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞു, വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം അതേപടി പകർത്താൻ കഴിഞ്ഞ ഒരു ആത്മീയ പിതാവാണ് പരിശുദ്ധ പരിമല തിരുമേനി. സ്വർഗോന്നതികളിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ അധികാരങ്ങളോടും കൂടി വാണരുളുവാൻ ശേഷിയുണ്ടായിരിക്കെ ഒന്നുമില്ലാത്തവനായി ഭൂമിയിൽ ജനിച്ച് വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ സ്വയം വരിച്ച് മറ്റുള്ള ആളുകൾക്ക് മാനവരാശിയുടെ രക്ഷയ്ക്കായി തൻ്റെ ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായ ക്രിസ്തുദേവൻ്റെ ഭാവം സുരക്ഷിതത്വത്തിൻ്റെ സങ്കേതങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യത്വത്തെ പരിപോഷിപ്പിക്കുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ആത്മീയതയെ അങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പരിശുദ്ധ തിരുമേനിയാണ് പരിശുദ്ധ പരിമല തിരുമേനി എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസോസ്റ്റമോസ് തിരുമേനി ഈ വർഷം പറഞ്ഞോ എന്നെനിക്കറിയില്ല, ഒരു ഹരിത പ്രോട്ടോക്കോൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല പെരുന്നാളുമായി ബന്ധപ്പെടുത്തി ഈ നാടിൻ്റെ പരിസ്ഥിതി നിലനിർത്താൻ വേണ്ടി പെരുന്നാളായി നമ്മൾ നൽകുന്ന വലിയൊരു സന്ദേശം. അതടക്കം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വം അർത്ഥവത്തായ ആത്മീയതയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ സഹോദരൻ പദ്ധതിയിൽ നിരവധി ആളുകളാണല്ലോ സംഭാവന നൽകിയത്. സായിൽ തുടങ്ങുന്ന ഒട്ടനവധി പദ്ധതികൾ ഏറ്റെടുക്കുകയും ഫലകരമായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് നൽകാൻ വേണ്ടിയുള്ള പ്രചരണത്തിന് വേണ്ടിയല്ല എന്നിവിടെ സൂചിപ്പിച്ചു. ആരാണ് ഇത് സ്വീകരിക്കുന്നത്? ഡോണി. ആ സ്വീകരിക്കുന്ന ആളിൻ്റെ ചിത്രം പോലും പുറത്ത് വെക്കാതെ, ഞാൻ ഓർക്കുന്ന മാർത്തോമാ സഭയിലെ കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു വാക്കാണ്. ഏതാണ്ട് 100 പേരുടെ സമൂഹ വിവാഹം നടത്താൻ തിരുമേനി ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, ആ 100 പേരെ കിട്ടുന്ന 100 പേരും കൂടെ ചേർന്ന് 200 പേരുടെ ആത്മാഭിമാനത്തിൻ്റെ ശവമടക്കാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് കല്യാണം നടത്തി കൊടുത്തോളൂ, അവരെ ഒരുമിച്ച് വിളിച്ച് എന്നെ അതിൻ്റെ മുന്നിൽ നിർത്തി പടമെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ശവമടക്ക് എന്നാണ് തിരുമേനി ഉപയോഗിച്ച വാക്ക്. പല ബുദ്ധിമുട്ടുകളാൽ, പ്രയാസങ്ങളാൽ നമ്മളോടൊപ്പം എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്കും ആത്മാഭിമാനമുണ്ട്. ആത്മാഭിമാനത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആരാണ് ഈ ഭവനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പരസ്യപ്പെടുത്തില്ല എന്ന സഹോദരൻ പദ്ധതിയുടെ ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരുടെ ആത്മാഭിമാനത്തെയും ആദരിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ മനുഷ്യത്വത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആ രീതിയെ നമ്മളും തുടരാൻ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെയും
അഭിനന്ദ ക്രിസോസ്റ്റം തിരുമേനി നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമങ്ങളെയും ഞാൻ അങ്ങേയറ്റം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കാൻ നേതൃത്വം കൊടുത്ത സംഘാടകരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്നായി പൂർത്തിയാക്കാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം അദ്ദേഹത്തെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹീയ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാവാ തിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നിരണം മെത്രാസനാധിപൻ കൂടെ ആയിരിക്കുന്ന അഭിയന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഈ നാടിൻ്റെ MP, ഈ നാടിൻ്റെ MLA, മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ സാറ്, പരിമല ആശുപത്രിയുടെ CEO ആയിരിക്കുന്ന പൗലോസ് അച്ചൻ, പരിമല സെമിനാരി മാനേജർ കുര്യാക്കോസ് അച്ചൻ, ഇവിടെ ആയിരിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്ത് വാർഡിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പരിമല സെമിനാരിയുടെ ഭരണസമിതി അംഗങ്ങളായ കൗൺസിൽ അംഗങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒറ്റ വാക്കിൽ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. പരിമല തിരുമേനി നമുക്ക് ആരാണ് എന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ ഉദ്ഘാടകൻ തൊട്ട് അവസാനത്തെ പ്രസംഗം പറഞ്ഞ MLA വരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ പലപ്പോഴും പരിമല തിരുമേനി നമുക്ക് ആരായാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ, തീ പിടിക്കുമ്പോൾ അഗ്നിശമന സേന പോലെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു സാധ്യത്തിനിലെ ഒരു അത്യാവശ്യ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു മാർഗമായി മാത്രമാണോ പരിമല തിരുമേനിയെ നാം കാണുന്നതെന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമിയുടെ പത്രം വായിച്ചപ്പോൾ അതിൽ പറയുകയായിരുന്നു, ദീപാവലിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ദീപാവലിക്ക് ശിവകാശിയിൽ വിറ്റത് 7000 കോടി രൂപയുടെ പടക്കമാണ്, ഒന്നും രണ്ടുമല്ല. ശിവകാശിയിൽ ഈ രാജ്യം ആഘോഷിക്കുന്ന ദീപാവലിക്ക് പടക്കം വിറ്റത് 7000 കോടി രൂപയ്ക്കാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്തിനോ വേണ്ടി പൊട്ടിത്തീരുക അല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന കുറച്ച് ജീവിതങ്ങളെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. എന്നാൽ പരിമല തിരുമേനി അണയാത്തൊരു വിളക്കായി പ്രാർത്ഥനയെ ഇതുപോലെ പ്രേമിച്ച, പ്രാർത്ഥന ജീവിതമെന്ന് കാണിച്ച, പ്രതിസന്ധി ഉണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, നിസ്സംഗതയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഭരണപ്രതിസന്ധികളുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മധ്യത്തിലും പ്രാർത്ഥനയെ പ്രണയിച്ച്, ജീവിതത്തെ പ്രണയിച്ച്, ക്രിസ്തുവിൻ്റെ അരികെ ചേർന്ന് നിന്ന് ജീവിക്കാൻ കഴിഞ്ഞതാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും പരിമല തിരുമേനിയെ നാം ഓർക്കുന്നത്. പരിമല തിരുമേനി നമുക്കൊരു മധ്യസ്ഥനായിരിക്കുന്നത്, പരിമല തിരുമേനിയുടെ പ്രാർത്ഥന നമുക്കൊരു അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പരിമല തിരുമേനി നമുക്കൊരു മധ്യസ്ഥൻ മാത്രമായി തീരരുത്. പരിമല തിരുമേനി നമുക്കൊരു ദിശാബോധം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം നൽകുന്ന, പരിമല തിരുമേനി കത്തിക്കുന്ന വിളക്ക് നമ്മൾ വഹിക്കുവാൻ കഴിയുന്ന ഒരു ശരീരമായി തീരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പെരുന്നാൾ നമുക്കെല്ലാം പരിമല തിരുമേനിയുടെ അനുഗ്രഹം നമുക്ക് മധ്യസ്ഥതയും കൂട്ടും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിളക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂട്ടായിരിക്കട്ടെ. ആശംസകൾ നേർന്നുകൊണ്ട് കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അശോകൻ ഇപ്പോൾ സംസാരിക്കുന്നു. ഏറ്റവും ആദരണീയനായ തിരുമേനി, ഉദ്ഘാടനം നിർവഹിച്ച പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനി, മുഖ്യ സന്ദേശം തരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദ് കുമാർ, വേദിയിലിരിക്കുന്ന പത്തനംതിട്ടയുടെ ആരാധ്യനായ MP ശ്രീ ആൻ്റണി, ഏറ്റവും ബഹുമാന്യായ നമ്മുടെ MLA ശ്രീ മാത്യു തോമസ് അവറുകൾ, വേദിയിലിരിക്കുന്ന മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വാർഡ് മെമ്പർ ശ്രീമതി വിമല ബിന്നി, ഫാദർ MC പൗലോസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയമുള്ള വിശ്വാസികളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വേദി നിൽക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പരിമലപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പരിമലക്കാർക്ക് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്കും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരുവാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമുള്ള ഒരു ദേവാലയമാണ് പരിമലപ്പള്ളി എന്ന് പറയുന്നത്. പരിമല എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ അഭിമാനമായി എന്ന് നിൽക്കുന്നതാണ് പരിമലപ്പള്ളി എന്ന് പറയുന്നത്. ദേവാലയങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ സംരക്ഷണവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ തന്നെയാണ്.
ഈ ഒരു ഭരണസമിതി 5 വർഷക്കാലം കൊണ്ട് തിരികെയാണ്. ഈ 5 വർഷക്കാലവും എന്നെ ഈ ഒരു പൊതുവേദിയിൽ വിളിക്കുകയും ആശംസ അറിയിക്കാനും ക്ഷണിച്ചതിനൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഈ ഭാരവാഹികളും ബഹുമാനായ അഭിവന്ദ്യ തിരുമേനിയോടുമൊക്കെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നമുക്ക് ഈ ഒരു പള്ളിയുടെ ഒരു നേതൃത്വത്തിൽ 100 വീടുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ധാരാളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവരൊക്കെ തന്നെ അതിനെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് വെച്ചതിനുമൊക്കെ ഈ ഒരു അവസരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹ ധനസഹായം പലരും എൻ്റെ അടുത്ത് ഓരോ കാര്യത്തിൽ ഈ പള്ളിയിലെ ആവശ്യത്തിന് വേണ്ടി സൈനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. തുടർന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഈ 100 വീടുകൾ പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ ഈശ്വരൻ ഈ ഒരു സംഘാടന സമിതിക്ക് ശക്തി നൽകട്ടെ എന്ന് വളരെ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പള്ളി പെരുന്നാൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു പെരുന്നാളിന് തന്നെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അടുത്തതായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീ TV രത്നകുമാരി അവറുകൾ ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ക്രിസ്റ്റോഫർ തിരുമേനി, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായും ആദരണീയനുമായ കത്തോലിക്ക ബാവ, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രൊഫസർ CT അരവിന്ദ് കുമാർ, വേദിയിൽ ഉപവിഷ്ടമായിട്ടുള്ള ഏറ്റവും ആദരണീയനായ പത്തനംതിട്ടയുടെ MP ആൻറ്റോ ആൻ്റണി സാർ, അതുപോലെ തന്നെ തിരുവല്ലയുടെ ബഹുമാന്യനായ MLA ശ്രീ മാത്യു T. തോമസ് അവർ, ഏറ്റവും ബഹുമാന്യരായ കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാസ്, അതുപോലെ തന്നെ കടപ്രയുടെ മെമ്പർ വിമല ബെന്നി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ പരിമല തിരുമേനിയുടെ തിരുസന്നിധിയിൽ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 5 വർഷത്തെ ഈ ഒരു പഞ്ചായത്തിലെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത്. ഏറ്റവും ആദരണീയനായ മെത്രാപ്പോളിത്തയോടും തിരുമേനിയോടും ഒക്കെ ഒപ്പം, ബഹുമാന്യനായ MLA-യോടും MP-യോടും ഒക്കെ ഒപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. മാന്നാറിൽ പരിമല പെരുന്നാൾ, മാന്നാറിൻ്റെയും കടപ്രയുടെയും ഒക്കെ ഇടയ്ക്ക് നടക്കുന്ന ഈ ഒരു പെരുന്നാൾ വളരെയേറെ മാന്നാർ, ശരിക്കും പറഞ്ഞാൽ മാന്നാറിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാന്നാറിലെ കച്ചവടക്കാരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ സഹോദരൻ പദ്ധതിയാണ്. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ പഞ്ചായത്തുകളിലൊക്കെ 100-200 വീടുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു ഈ 5 വർഷം. എങ്കിലും ഇപ്പോഴും വീടില്ലാത്തവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മളൊക്കെ നിസ്സഹായരായി പലരുടെ മുന്നിലും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പദ്ധതി പരിമലപ്പള്ളിയുടെ തിരുനടയിൽ വെച്ച് ഒരു പദ്ധതി കൂടി തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു ഡിവോട്ടി എന്ന നിലയിലും ഞാൻ ഇതിലുള്ള സന്തോഷവും നന്ദി കൂടി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി മാന്നാർ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ പരിമലപ്പള്ളിയിലെ ഈ ഒരു തീർത്ഥാടനം വളരെ ഭംഗിയാക്കുന്നതിന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് അതീവ പരിശ്രമം നടത്തിയിട്ടുണ്ട്. റോഡുകൾ വൃത്തിയാക്കുന്നതിനും എല്ലാ തരത്തിലും ഹെൽപ്പ് ഡെസ്ക് വരെ പരിമലക്കടവിലിട്ട് ഞങ്ങൾ ആംബുലൻസ് അടക്കമുള്ള സംവിധാനത്തോടു കൂടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അത് തന്നെ തുടരുമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ ബഹുമാന്യായ ശ്രീമതി വിമല ബെന്നി ഇപ്പോൾ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ യുഹന്നാൻ മാർ ക്രിസ്റ്റോമസ് തിരുമേനി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യമൻ തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, നമുക്ക് മുഖ്യ സന്ദേശം നൽകിയ അരവിന്ദൻ സാറ്,
ആശംസകൾ അർപ്പിച്ച ഞങ്ങളുടെ പത്തനംതിട്ടയുടെ MP ആൻ്റോ ആൻ്റണി സാറ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA മാത്യു ടി തോമസ് സാറ്, റോണി വർഗീസ് അവറുകൾ, കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അശോകൻ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, പൗലോസ് അച്ഛൻ, സെമിനാരി കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ എൽദോസ് അച്ഛൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 2025 തീർത്ഥാടന വാരാഘോഷത്തിൻ്റെ പൊതുസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരുമലയുടെ ഏറ്റവും വലിയ ഒരാഘോഷമെന്ന് തന്നെ പറയാം പരുമലപ്പള്ളി പെരുന്നാൾ. അതുപോലെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിച്ചിരിക്കും. അത് കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ നിൻ്റെ അയൽക്കാരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാം. അതുപോലെ പ്രത്യാശയുടെ തീർത്ഥാടകർ, അതായത് പരിശുദ്ധ നമ്മുടെ ഫ്രാൻസിസ് പാപ്പാപ്പ പറഞ്ഞു, ഈ 2025 വർഷം എന്ന് പറയുന്നത് തീർത്ഥാടന വാരാഘോഷമാണ്. അത് തീർത്ഥാടന വർഷമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ ഈ പരുമലപ്പള്ളി തിരുനാളിനനുബന്ധിച്ച് നമ്മളും പറയണം, നമ്മളെല്ലാവരും ഈ ലോകത്തിലെ ഓരോ തീർത്ഥാടകരാണ്. അതുപോലെ നമുക്കും ഈ തീർത്ഥാടക വർഷത്തിൽ നല്ല തീർത്ഥാടകരായി തന്നെ നമുക്കും മുന്നേറാം. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരുമല ആശുപത്രിയുടെ CEO ബഹുമാന്യനായ MC പൗലോസ് അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം തന്നെ ആശംസയായി സ്വീകരിക്കണം. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആശംസ അറിയിച്ചിട്ടുണ്ട്. പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ ബഹുമാന്യരായ ശ്രീ ജോസ് പുത്തൻപുരയ്ക്കൽ, ശ്രീ മനോജ് P. ജോർജ് പന്നായിക്കടവിൽ, ശ്രീ മാത്യുമ്മൻ അരികപുറം എന്നിവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എല്ലാ കൗൺസിൽ അംഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ മാത്യുമ്മൻ അരികപുറം ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ നേരുന്നു. വൈകിയ വേളയിൽ ഞാൻ അധികം ദീർഘിക്കുന്നില്ല, ചുരുങ്ങിയ വാക്കുകളുടെ ആശംസ അറിയിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ഭാവാതിരുമേനി, അഭിനന്ദ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇന്ന് മുഖ്യപ്രഭാഷണം നൽകിയ ശ്രീ CT അരവിന്ദ് കുമാർ, വേദിയിലും സദസ്സിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പരിശുദ്ധ പരുമല തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ തിരുമേനിയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകളും കണ്ടെത്തലുകളുമാണ് നാം ഇന്ന് ശ്രവിച്ചു കൊണ്ടിരുന്നത്. സഭാചരിത്രത്തിൽ പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായി ദൈവം പലരെയും വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ അങ്ങനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ പരുമല തിരുമേനിയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ജീവിതശൈലിയും കൊണ്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. പരുമല തിരുമേനി ആത്മീയതയുടെ ഒരു പ്രകാശ ഗോപുരമായിരുന്നു. 54 വർഷം കൊണ്ട് ജീവിതം തികച്ച ആ പുണ്യവാളൻ ജീവിത വിശുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാക്കിയതെന്ന് നമുക്കറിയാം. അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ സാധ്യമാക്കിയതാണെങ്കിൽ വേറൊരു മേഖലയിൽ അദ്ദേഹം ചെയ്ത സാമൂഹിക പരിഷ്കാരങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകിയ ഒരു വലിയ സംഭാവനയാണ്. കഷ്ടപ്പാടും പ്രയാസങ്ങളും വർണ്ണവിവേചനവും കൊണ്ട് താഴ്ത്തപ്പെട്ടിരുന്ന ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവൃത്തികളിൽ കൂടെ അറിവിൻ്റെ ഉന്നതിയിലേക്ക് നയിച്ചു. ഇന്ന് തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഇവിടെ വന്ന് അതെല്ലാം ഇറക്കി വെക്കുന്ന അവസരത്തിൽ തിരികെ പോകുമ്പോൾ തിരുമേനിയുടെ ദർശനങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് പോകണമെന്നുള്ള ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മഹനീയമായ ഈ സമ്മേളനത്തിന് കൃതജ്ഞത നേർന്നുകൊണ്ട് പരുമല സെമിനാരിയുടെ മാനേജർ ബഹുമാന്യനായ എൽദോസ് ഏലിയാസ് അച്ഛൻ സംസാരിക്കുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബാവ തിരുമേനി, അഭിയുന്നനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, തിരുവല്ല MLA ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അവർകൾ, വേദിയിലിരിക്കുന്ന സഭയുടെ അൽമായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോണി വർഗീസ്, മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, ഏതാണ്ട് 123 വർഷക്കാലമായി ഒരിക്കലും നിലയ്ക്കാത്ത ഒരു അനുഗ്രഹ പ്രവാഹത്തിൽ തീർത്ഥാടകരായി വന്ന് ചേർന്ന് പോയിട്ടുള്ള അനേകം തലമുറകളിൽ അതിനിടയിലേക്കാണ് നമ്മൾ കൂടി കടന്നു വരുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി നമുക്ക് നൽകുന്ന പാഠങ്ങൾ എത്ര പറഞ്ഞാലും എത്ര പഠനങ്ങൾ നടത്തിയാലും തീരാത്തത്ര ഒരു വലിയ ഒരു മഹാപർവ്വതമായി പരിശുദ്ധനായ പരുമല തിരുമേനി വളർന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ കൊടിയേറ്റ് അനുഗ്രഹകരമായി പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ടും അഭിവന്യ പിതാക്കന്മാർ കൊണ്ട് നിർവഹിച്ചു. ആ തീർത്ഥാടന വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനവും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമനസ്സിന് ഒറ്റവാക്കിൽ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മുടെ സാഹചര്യവും സമയപരിമിതി കൊണ്ട് ഒറ്റവാക്കിൽ പരിശുദ്ധ ബാവ തിരുമനസ്സിൻ്റെ തൃപ്പാദങ്ങളിൽ പരുമല സെമിനാരിക്ക് വേണ്ടി ഭക്തിയാദരവുകളും നന്ദിയും ഞാൻ സമർപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച നിരണഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദനായ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സിനോടുള്ള ഭക്തിയാദരവുകളും അറിയിക്കുന്നു. മലങ്കര സഭയുടെ സ്ഥാനികൾ, വന്ധ്യനായ വൈദിക ട്രസ്റ്റി അമയിലച്ചൻ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങളായിട്ടുള്ളവർ, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ആൻ്റണി MLA MP, ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തിയ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ CT അരവിന്ദ് കുമാർ സാർ, പരുമല കൗൺസിൽ അംഗങ്ങൾ, ജനപ്രതിനിധികൾ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും. MLA മാത്യു ടി തോമസ് സാറ് നമ്മുടെ സ്ഥിരാംഗമാണ്, ഇവിടുത്തെ ഒരു ഭക്തനാണ്, പരുമല സെമിനാരി ഭക്തനാണ്. അദ്ദേഹത്തോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വന്ദനായ MC പൗലോസ് അച്ഛൻ, ഞങ്ങളുടെ ഈ പരുമല സെമിനാരി കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗം കൂടിയാണ് അച്ഛൻ. അതുപോലെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും. ഇതിൻ്റെ മാധ്യമപ്രവർത്തകർ, ഇതിനുവേണ്ടി ശബ്ദവും വെളിച്ചവും നൽകിയവർ, ഗ്രിഗോറിയൻ TVയിലെ സഹോദരങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ആശീർവാദം നൽകും. ആശീർവാദത്തിന് ശേഷം വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ചെറിയ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടി സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. അതിനുശേഷം നമ്മുടെ പെരുന്നാളിൻ്റെ പ്രധാന കൺവീനർമാരെ തിരഞ്ഞെടുക്കുന്നുള്ളൊരു മീറ്റിംഗ് കൂടി ഇവിടെ വെച്ച് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകത്വത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും ആവാസം നാം എല്ലാവരോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ അറിയിച്ചതുപോലെ നമ്മുടെ ഇടവക അംഗങ്ങളുടെ യോഗം ഉടനെ തന്നെ ഈ വേദിയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. സമീപത്ത് നിൽക്കുന്ന എല്ലാവരും ഈ ചാപ്പലിനുള്ളിലേക്ക് കടന്നു വരുവാനായി സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. ഈ വേദിയിൽ പ്രഖ്യാപിക്കപ്പെട്ട സഹോദരൻ പദ്ധതിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുമായി